ഞാൻ ഈ അടുത്ത സമയത്ത് ഈ വനിതകളുടെ ഒരു സംഗമത്തിൽ ക്ലാസ് എടുക്കാൻ പോയി. അയൽക്കൂട്ടത്തിൽ ക്ലാസ് എടുക്കാൻ പോയി. 2000 ചില്ലുവാനും പേരുണ്ട് കുട്ടനാട്ടിൽ തന്നെ. 2000 ചില്ലുവാനും പേര് മുഴുവനും കൃഷിത്തൊഴിലാളികളും അതുപോലെയുള്ള ആൾക്കാരാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത സംഘാടകൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാണ്, സാറിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞാൻ എവിടെയൊക്കെ പോയിരിക്കുന്നു, ഇതുവരെ ആരും സംശയം ചോദിച്ചിട്ടില്ല. ആ ഒരു അഹങ്കാരത്തിൽ ഞാൻ നിൽക്കുക. ഒരു സ്ത്രീ കൂളായിട്ട് അങ്ങ് എഴുന്നേറ്റു. പിന്നെ ഇപ്പോൾ എന്നോട് ചോദിക്കും, കാണാം നമുക്ക്. സാറേ, എനിക്കൊരു ചോദ്യം ചോദിക്കാണ്. ആ കാർഷിക പശ്ചാത്തലമൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം, വിദ്യാഭ്യാസമൊക്കെ എത്രയുണ്ടെന്നൊക്കെ ഊഹിച്ചെടുത്തോണം. സാറേ, ഭാര്യയ്ക്ക് തലവേദന വരുന്നു. ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിൽ വിക്സ് പുരട്ടി കൊടുക്കുന്നു. ഭാര്യയുടെ തലവേദന പോകുന്നു. എൻ്റെ ചോദ്യം എവിടാ? ചോദ്യം വരുന്നേ ഉള്ളെന്ന് പറഞ്ഞു. ചോദ്യം വരുന്നേ ഉള്ളൂ. എന്താ ചോദ്യം? തലവേദന പോകുന്നത് ഭർത്താവ് വിക്സ് പുരട്ടി തന്നത് കൊണ്ടാണോ അതോ വിക്സ് പുരട്ടിയത് കൊണ്ടാണോ? എന്തൊരു ചോദ്യം വന്നു നോക്കുന്നു. ഭർത്താവ് വിക്സ് പുരട്ടിയോണ്ടാണോ തലവേദന പോകുന്നത് അതോ വിക്സ് പുരട്ടിയോണ്ടാണോ? ഇതെന്തൊരു ചോദ്യമപ്പാ ഇത്? ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന ഞങ്ങൾക്ക് കുറച്ച് തന്ത്രമുണ്ട്. ഞങ്ങൾക്ക് ഉത്തരം അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് പറയും, ഒരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും ഒന്ന് പറ എന്ന് പറയാം. നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ഒന്ന് പറയാം. പറഞ്ഞാൽ ഒരു ഇതുപോലെയുള്ള വേറെ ചേച്ചി ആടി എന്നിട്ട് ഞാൻ പറയാം, സാറേ അതേ വിക്സ് പുരട്ടിയൊന്നും വേണ്ട, ഒരു വിക്സും വേണ്ട. തലവേദന പിടിച്ച് കിടക്കുമ്പോഴേ ഭർത്താവ് വെറുതെ ഒന്ന് കൈകൊണ്ട് തലയെ വെച്ചാൽ മതി, നെറ്റി വെച്ചാൽ മതി, തലവേദന പോയിരിക്കും. വലിയൊരു പാഠമാണ്.